കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് വന നിയമം, അതിൻ്റെ ഭേദഗതിയുമാണ്. നമുക്കറിയാം, ഏത് നിയമം വരുമ്പോഴും ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരുമ്പോഴെല്ലാം അത് കർഷക ദ്രോഹമായി മാറുകയാണ്. ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്ന കർഷകരാണ്. പക്ഷേ അവരുടെ നട്ടെല്ലൊടിക്കുന്ന നിയമങ്ങളാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ വന്യജീവി അക്രമത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 900 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. പലപ്പോഴും പരിഹാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാകാതെ ഓരോ വർഷവും കടന്നു പോവുകയാണ്. പുതിയ നിയമ ഭേദഗതി വരുന്നതോടുകൂടി കർഷകർ അല്ലെങ്കിൽ വനത്തോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യരെല്ലാം കൂടുതൽ ദുരിതത്തിലേക്കാകുകയാണ്. അവരുടെ നേരെ നിയമം ഏത് തലത്തിലും പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര കർശനമായ രീതിയിലുള്ള വ്യവസ്ഥകളാണ് വരാൻ പോകുന്നത്. ഈ വിഷയം നേർരേഖ ചർച്ച ചെയ്യുന്നത് കർഷകർക്കൊപ്പം നിൽക്കുക, അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന നിലക്ക് തന്നെയാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 4 പ്രമുഖരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. CPM-ൻ്റെ പ്രമുഖ നേതാവും ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ബിനോയ് കുര്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് സുദീപ് ജെയിംസ് ഉണ്ട്. BJP-യിൽ നിന്ന് അതിൻ്റെ പ്രമുഖ നേതാവ് ശ്രീ ജയപ്രകാശ് കുട്ട, അതുപോലെ ബയോ മൗണ്ട് എന്ന കർഷക സംഘടന എന്ന് പറഞ്ഞാൽ 5500 കർഷകർ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു പുതിയ പ്രസ്ഥാനമാണ് ബയോ മൗണ്ട്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കർഷക പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ പ്രധാനിയുമായ ഫാദർ ബെന്നി നിരപ്പലും നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കൾക്കും നേർരേഖയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ ബിനോയ് കുര്യനിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എങ്ങനെയാണ് ഈ പുതിയ വന നിയമം ഭേദഗതിയെ താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും നോക്കിക്കാണുന്നത്? ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് വച്ചിട്ടുള്ള മന്ത്രിസഭ അംഗീകരിച്ച് ഗസറ്റ് ചെയ്തിട്ടുള്ള വനം നിയമ ഭേദഗതി 2024, അപ്പോൾ അത് സംബന്ധിച്ച് ഗസ്റ്റ് വിജ്ഞാപനം വന്നു. ഈ 31 ഇന്നലെ വരെ അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് അഭിപ്രായം പറയാനും നിർദ്ദേശങ്ങൾ നൽകാനുമുള്ള അവസരമുണ്ടായിരുന്നു. സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും ഭേദഗതികളും വരുത്തി ശേഷമാണ് നിയമസഭയിൽ അവതരിപ്പിക്കുക. ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ചാൽ അവിടെ MLA-മാർക്ക് അതിനകത്തെ ഓരോ വകുപ്പുകളെ സംബന്ധിച്ചും ഭേദഗതി ഓരോ നിർദ്ദേശം സംബന്ധിച്ചും വ്യക്തമായി ചർച്ച ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, 1962 കേരള ഫോറസ്റ്റ് ആക്ടിനാണ് ഇപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ചില കാര്യങ്ങൾക്കകത്താണ് ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയാണെന്ന് കാണാൻ വേണ്ടി കഴിയില്ല. ചില ആശങ്കകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതെല്ലാം വ്യക്തത വരുത്തി പോകുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് കൃഷിക്കാർക്കൊപ്പം തന്നെയാണ്, ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് അത് ഏറ്റവും നല്ല നിലയിൽ പരിഹരിക്കുന്നതിനുമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു കരട് മാത്രമാണ് നിലയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഒട്ടേറെ അവസരങ്ങളുണ്ട്, അന്തിമമായിട്ടില്ല. പക്ഷേ തെറ്റിദ്ധാരണാജനകമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകളിലൂടെയും മറ്റ് പ്രസ്താവനകളിലൂടെയും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഗൗരവമായി കാണേണ്ടതാണ്. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ആ നിയമത്തിൻ്റെ അന്തസ്സത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയായിരിക്കില്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. തിരിച്ചു വരാം. ശ്രീ സുദീപ് ജെയിംസ്, എങ്ങനെ കാണുന്നു? ഒരു ഗുണ്ടാരാജിന് തുല്യമായിട്ട് ഇപ്പോൾ ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തു, ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ഇതൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ സാമാന്യ ബോധത്തിന് നിരക്കാത്ത രീതിയിൽ അമിത അധികാരം വനംവകുപ്പിന് നൽകിക്കൊണ്ട് കർഷകരുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പറ്റുന്ന രീതിയിൽ നിയമം വന്നിരിക്കുന്നു എന്നാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എങ്ങനെ കാണുന്നു? ഇത് കരടാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. കരടാണല്ലോ, അത് അടിസ്ഥാനമായി ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാകും. നിയമസഭയിൽ അതിനെതിരെ പ്രതികരണങ്ങളുണ്ടാകും. പുറത്ത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. ഇത് നടപ്പാക്കപ്പെടുന്ന വിഷയം കരിനിയമമാണ്. ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് രണ്ട് ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, കേരള സർക്കാരിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നതിനു വേണ്ടി വനാതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ ജനങ്ങളെ മടുപ്പിച്ച്
അവർ ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇവരെ സ്വയം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഗൂഢലക്ഷ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗൂഢലക്ഷ്യം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങൾ കൊടുക്കും. എന്തിനു വേണ്ടി കൊടുക്കുന്നു? ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പുഴയുമായി ബന്ധപ്പെട്ട ചില പുതിയ ക്ലോസുകൾ എഴുതി ചേർത്തിട്ട് അതിൻ്റെ കാരണം നമ്മളെ കൊട്ടിയൂരിലെ ചീങ്കണ്ണി പുഴയിൽ 25 വർഷം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് അതിർത്തി സേവനം ചെയ്ത് വന്ന് തൻ്റെ വിശ്രമ ജീവിതത്തിൽ തൻ്റെ വീടിൻ്റെ അതിർത്തിയോട് ചേർന്ന ചീങ്കണ്ണി പുഴയിൽ ചൂണ്ടയിട്ട പ്രിൻസ് എന്ന് പറഞ്ഞ കർഷകനെ ജാമ്യമില്ലാ വകുപ്പിൽ ജയിലിലടച്ച ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് നിയമം ഇവിടെയുണ്ട്. അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഇവർ അതിൽ നിന്ന് പറഞ്ഞൊഴിഞ്ഞു. അതിനെതിരെ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ഈ പറയുന്ന ഈ നിയമം ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ആ കേസിലെ പ്രതികളാണ്. അപ്പോൾ ഓരോരോ കാലങ്ങളിൽ ജനങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ എതിർക്കുന്ന നിയമങ്ങൾ ഇപ്പോൾ നിയമസാധുത കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്താൽ അദ്ദേഹത്തെ ആ ചോദ്യം ചെയ്യുന്ന ആളുകളെ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള കേസിൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാൻ വേണ്ടി അധികാരം കൊടുക്കുകയാണ്. അപ്പോൾ പോലീസിന് അധികാരം ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പ്രക്ഷോഭത്തിനും അല്ലെങ്കിൽ പ്രതികരണത്തിനും ജനങ്ങൾ തയ്യാറാക്കുന്നത്? അവൻ്റെ വീട്ടിലേക്ക് അവൻ കിടക്കുന്ന അവൻ്റെ കിടപ്പാടത്തേക്ക് അവൻ്റെ കൃഷിയിലേക്ക് കാട്ടുമൃഗങ്ങൾ വന്ന് നശിപ്പിക്കപ്പെടുമ്പോൾ അവനെ ചവിട്ടിക്കൊല്ലുമ്പോൾ അവൻ മരണപ്പെടുമ്പോൾ പ്രക്ഷോഭവും പ്രതികരണവും ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനുള്ള നിയമം ഈ കോഴ്സിനകത്ത് പോകും. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫേസ് ചെയ്ത എല്ലാ പ്രശ്നങ്ങൾക്കും നിയമസാധുത കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കരിനിയമമാണ് ഈ കരിനിയമം. മനുഷ്യരെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി ബോധപൂർവ്വമാണ്. ഇതിനകത്ത് ഒരു എക്സാമ്പിൾ, വനവിസ്തൃതി കൂട്ടുന്നതിലൂടെ എന്തായിരിക്കും ലക്ഷ്യമിടുന്നുണ്ടാകും? ഇവർ കാർബൺ ഫണ്ട് വാങ്ങുന്നുണ്ട്. ആ ഫണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ക്ലോസ് എന്താണ്? വിസ്തീർണത്തിൽ കൂട്ടിക്കൊടുക്കാനുള്ള ബാധ്യത ഈ കാർബൺ ഫണ്ട് വാങ്ങുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ ആ ബാധ്യത നടപ്പാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്കും വനവകുപ്പ് മന്ത്രിക്കും ഇവിടുത്തെ സംവിധാനത്തിനും ഉള്ള ബാധ്യതയുണ്ട്. അതാണ് മറ്റു ഗൂഢലക്ഷ്യം എന്ന് ഞാൻ പറയുന്നത്. അപ്പം അത് ജനങ്ങളെ മനസ്സ് മടുപ്പിച്ച് ഇനി ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല, ഇട്ടൊഴിഞ്ഞു പോകണം. ആ കുടിയിറക്കുവാണ്. അത് മനസ്സ് മടുപ്പിച്ച് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല, എൻ്റെ തലമുറകളായി ഞങ്ങൾ ജീവിച്ച മണ്ണിൽ ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന സ്വയം ബോധം അവർക്കുണ്ടാക്കാൻ വേണ്ടി അവരെ പരമാവധി ചുറ്റും നിന്ന് ദ്രോഹിക്കുക. എക്സാമ്പിൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ വർഷം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ പുഴയുമായി ബന്ധപ്പെട്ടൊരു നിയമമുണ്ട്. ഈ പുഴയുമായി ബന്ധപ്പെട്ട, അതായത് വനത്തിലൂടെ ഒഴുകുന്ന പുഴയും വനാതിർത്തി പങ്കിടുന്ന പുഴയും എന്നൊക്കെ. ഇപ്പോൾ വനാതിർത്തി പങ്കിടുന്ന പുഴ പോലും ആരുടേതാക്കി മാറ്റുവാണ്? വനം വകുപ്പിന്റെ ആക്കി മാറ്റുവാണ്. ജലസ്രോതസ്സുകളുടെ അധികാരമുള്ള പഞ്ചായത്തിലാണ്. അതിപ്പോൾ വനം വകുപ്പിനാക്കുക. എന്താ? ചൂണ്ടിടാൻ പാടില്ല, കുളിക്കാൻ പാടില്ല, അവിടെ കാലിക്ക് വെള്ളം എടുക്കാൻ പാടില്ല, തൻ്റെ പശു ഒന്ന് വെള്ളം കുടിക്കാൻ അതിലേക്ക് ഇറങ്ങിയാൽ അതുപോലും കർഷകനെ ജാമ്യമില്ലാ വകുപ്പിൽപ്പെടുത്തി അവനെ ജീവിതകാലം ജയിലിലടക്കാനുള്ള എല്ലാ വകുപ്പുണ്ട്. ഇനി ഇതിനകത്ത് കർഷകന്റെ പിഴ 2000 നിന്ന് 25,000 കൂട്ടിയിട്ടുണ്ട്. തെറ്റ് ചെയ്യപ്പെടുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിഴ 200 രൂപയാക്കി നിലനിർത്തുവാണ് ഈ കേസ്. അവരെ പ്രൊട്ടക്ട് ജയപ്രകാശ് കുട്ട എങ്ങനെ കാണുന്നു? ഇപ്പോൾ വനവിസ്തൃതി കൂടി എന്നുള്ള ഒരു കണക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ ജനങ്ങളുടെ മുമ്പിലും അവതരിപ്പിച്ചിട്ടുണ്ട്. വനവിസ്തൃതി കൂടിയിരിക്കുകയാണ് എന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? കുറയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് നമുക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇടുക്കി ജില്ല ഒരു കാലത്ത് ഇന്ന് മെയിൻ ടൗണായി കിടക്കുന്ന പ്രദേശങ്ങളിൽ കട്ടപ്പന അടക്കമുള്ള സ്ഥലങ്ങൾ കാടായിരുന്നു. ഇപ്പോൾ വനം എന്നുള്ള കൺസെപ്റ്റിലാണ്. പക്ഷെ അതിൻ്റെ അവസ്ഥ വലിയ നഗരമായി സമാനമായ വലിയ നഗരത്തിന് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡൊക്കെ വലിയ വിസ്തൃതിയായി മാറിയതെല്ലാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശഭൂപടം എടുക്കുന്ന സമയത്ത് കേരളത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കാണുന്ന മൊത്തം കാടാണ്. കാരണം റബ്ബർ കാടായിട്ടാണ് കാണുന്നത്. റബ്ബർ തിങ്ങി വയ്ക്കുന്ന അറിയാലോ കേരളത്തിൽ എത്രമാത്രം റബ്ബർ തിങ്ങി, അതൊക്കെ കാടായിട്ടാണ് വരുന്നത്. അതുകൂടാതെ ഈ കൃഷി ഉപേക്ഷിച്ചിട്ടില്ല. കാരണം കൃഷി ചെയ്യാൻ കഴിയാത്ത, കൃഷി നഷ്ടത്തിലൊക്കെ അതായത് കർഷകർ ഉപേക്ഷിച്ചിട്ടുള്ള ഭൂമികൾ, ആ ഭൂമികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റിക്കാടുകൾ, വലിയ വളർന്ന് വലിയ കാട് പോലെ മുകളിൽ നോക്കുമ്പോൾ കാണും. കാട്ടുമൃഗങ്ങളൊക്കെ ചെറിയ മുള്ളപ്പന്നി അതുപോലത്തെ ഉണ്ടെങ്കിൽ പോലും അതങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത് വിസ്തൃതി കൂടിയിട്ടുള്ളത്. ഇത് കൂടാതെ ഒരു അടിയും കൂടി കർഷകന് കൊടുത്തിരിക്കുക. മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത ഒരു ഇത് EFL, ഇക്കോ ഫ്രജൈൽ ലാൻഡായിട്ട്, ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വന അതിർത്തി താമസിച്ച ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റില്ല, നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല,
ഭൂമി ക്രയവിക്രയം നടത്താൻ പറ്റുന്നില്ല, മക്കൾക്ക് ഭൂമി എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കർഷകനെ ഞെരിച്ച് കൊല്ലുന്ന രീതിയിൽ വന്ന് കർഷകൻ സ്വയം മടുത്തിട്ട് പിന്മാറണം. ഈ രീതിയിൽ വിസ്തൃതി കൂട്ടാനുള്ള ഒരു പദ്ധതി അവിടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഇത്രയധികം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച 900-ഓളം ആളുകൾ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ, എന്നാൽ 3 വർഷത്തിനുള്ളിൽ 300-ഓളം ആൾക്കാർ മരിച്ചത്. ഈ കഴിഞ്ഞ തൊട്ടടുത്ത 3 വർഷം 300-ഓളം മനുഷ്യജീവൻ, ഏതാണ്ട് 1000-ലധികം കന്നുകാലികളും പിന്നെ ഈ ഉപദ്രവം കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വന നിയമം പാലിച്ചുകൊണ്ട് വനപാലകർ വനം സംരക്ഷിക്കുക, വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ചുമതല ബോധത്തിൽ നിന്നും മാറിക്കൊണ്ട് മറ്റെന്തൊക്കെ രീതിയിൽ വനംവകുപ്പ് കൃത്യമായി പണിയെടുക്കുന്നില്ല. കേന്ദ്രം നൽകി ഓരോ വർഷം 77 കോടി രൂപ ഈ കാര്യത്തിന് വേണ്ടി അനുവദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? വനം സംരക്ഷിക്കാനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും അവിടെ പിന്നെ താര ഉണ്ടാക്കാനും ആനക്ക് ഭക്ഷ്യയോഗ്യമായ പിന്നെ കൃഷികൾ, അതായത് ഇപ്പം ചൂണ്ടപ്പന, മറ്റേ കുടപ്പന, പിന്നെ അതുപോലെ പിന്നെ ഫ്രൂട്ട്സ്, ആനക്ക് മാത്രം കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്, അതിൻ്റെ മരങ്ങളൊക്കെ വെച്ച് ഒടിക്കുന്നതിന് പകരം ഇപ്പം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനകളൊക്കെ പുറത്തേക്ക് വരുന്നത്, കാട്ടുമൃഗങ്ങൾ പുറത്തേക്ക്, അവിടെ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല, ആവാസ വ്യവസ്ഥ അവരെ സംരക്ഷിക്കാനുള്ള പണിയല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അത് സംരക്ഷിച്ച് അത് പുറത്തേക്ക് വരില്ല, ആ പണി എടുക്കുന്നില്ല, മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാവില്ല. പിന്നെ എക്കോ ഫ്രജൈൽ ലാൻഡ് എന്ന് പറയുന്നത് 0 പോയിന്റ് ആക്കണം. അതിന് ഇടതുവർഷം വരുമ്പോൾ വലതുവർഷം കുറ്റം പറയുന്നു, വലതുവർഷം വരുമ്പോൾ ഇടതുവർഷം കേന്ദ്രത്തിന് നൽകിക്കൊണ്ട് ആ കേന്ദ്രത്തിലെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനവാസ കേന്ദ്രം മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത്രയും വലിയ പ്രശ്നങ്ങളില്ല, എവിടെയും പ്രശ്നങ്ങളില്ല. കേരളത്തിൽ അതിനനുസരിച്ച് നിയമങ്ങളും കാര്യങ്ങളും കർശനമാക്കി കൊണ്ടുവരണം. കാര്യങ്ങൾ വേറെ പറയാൻ പറ്റും. ഈ നിയമത്തിൽ ഇപ്പൊ 3 പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ 3 നേതാക്കളാണ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. ഇവരുടെ നിലപാടുകളെ എങ്ങനെ ഒരു നിഷ്പക്ഷ കണ്ണുകളിലൂടെ താങ്കൾ നോക്കിക്കാണും? എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നിയമം ഈ പുതിയ നിയമത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. പക്ഷേ അതിനകത്ത് പറയാതെ പോയ കാര്യം എന്ന് പറയുന്നത് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. ഈ നിയമത്തിൽ കൃഷിക്കാരന് വേണ്ടിയിട്ടും കർഷകർക്ക് വേണ്ടിയിട്ടും ഒന്നും പറയാം, അവനെ സംരക്ഷിക്കുക അല്ല അവന് കിട്ടുന്ന ആനുകൂല്യം തുക കൂട്ടിയതിനെ കുറിച്ചല്ലാതെ മറ്റ് കർഷകരുടെ അല്ലെങ്കിൽ കൃഷിഭൂമിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വളരെ വിചിത്രമായ കാര്യമാണ്. നമുക്കൊരു ഇന്ത്യൻ്റെ ഭരണഘടന തന്നെ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷേ അവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിയമം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ആ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിയമം ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ. കൃഷിക്കാരന് വേണ്ടിയിട്ടല്ല കൃഷിക്കാരന് വേണ്ടിയിട്ടുള്ള നിയമമുണ്ട്, മറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതമായ അധികാരമൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതുകൊണ്ട് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഡിസംബറിൽ തന്നെ, ഈ 2020 ഡിസംബറിൽ തന്നെ നമ്മുടെ കേരളത്തിൽ മരിച്ചത് 4 പേരാണ്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച 4 പേര് മരിച്ചു. പക്ഷേ ആ 4 പേര് നമ്മുടെ മനുഷ്യർ മരിച്ചതിനൊക്കെ എത്രമാത്രം പ്രക്ഷോഭം ഉണ്ടെന്ന് നോക്കുക. മറിച്ച് ഈ ഉദാഹരണത്തിൽ 4 ആനയാണ് ഇവിടെ കൊല്ലപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ 4 കടുവയാണ് ഇവിടെ കൊല്ലപ്പെട്ടത്, എന്തെല്ലാം ബഹളങ്ങളുണ്ടാകുമായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നു. പക്ഷേ അതിനെ നിസ്സാരമായിട്ട് കാണുന്ന രീതിയിലേ പോകുന്നു. മറിച്ച് സാധാരണക്കാരെ ആൾക്കാർ വിഷമിക്കുന്ന കാലഘട്ടം. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഏഷ്യാനെറ്റിലെ ന്യൂസ് ഞാൻ കണ്ടത് ഓർക്കുകയാണ്. അതിനകത്തൊരു ഒരാൾ കരിക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് നേര്യമംഗലത്ത്. വഴിയരികിൽ ഒരു കരിക്ക് കൊണ്ടിരുന്ന അദ്ദേഹത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് 15-ന്, സ്വാതന്ത്ര്യദിനത്തിൽ. കാരണം 1930 ഉണ്ടാക്കിയ നിയമപ്രകാരം അത് അവിടെ പബ്ലിക് റോഡ് കൊടുത്തിട്ടുണ്ട്. 96-ൽ കേരള ഗവൺമെൻറ് നിയമസഭാസം അനുസരിച്ച് അമെൻമെൻറ്റ് വരുത്തിയിട്ട് അത് PW റോഡാണ്. ആ റോഡിലൂടെ ഫോറസ്റ്റിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ ഇരുന്ന് അയാൾ കരിക്ക് വിറ്റതിൻ്റെ പേര് അയാളത് കോടതി കയറുക. അതുപോലെ നിയമം വരാൻ വേണ്ടി പോകും. ഈ നിയമം വന്നു കഴിഞ്ഞാൽ നാളെ വീട്ടിൽ കിടക്കുന്നവർക്കും പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഉദാഹരണത്തിന് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ഞങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ അടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഫോറസ്റ്റിനോട് ചേർന്ന് ഒരു ജണ്ട ഉണ്ടാക്കേണ്ട ജണ്ട അവിടുത്തെ കാട്ടുമൃഗം വന്ന് നശിപ്പിച്ചാലും അവിടുത്തെ കർഷകനെ വേണ്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം, ചോദ്യം ചെയ്യാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. കർഷകൻ വെട്ടിക്കൊണ്ട് പോകുന്ന തടി അവൻ കൊണ്ടുപോകുന്ന വഴിക്ക് ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. അവനാണിത് പറയേണ്ടത്, ഇത് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നത്. റേഞ്ച് ഓഫീസർ പറയാണ്ട് കാട്ടിലെ തടിയെന്ന് പറഞ്ഞാൽ പെട്ടു. ഇന്ത്യ പോലീസുകാർക്ക് ഇവിടെ അങ്ങനെ പറ്റിയല്ല, കാരണം തെളിയിക്കണം. ഇന്ത്യൻ മിലിറ്ററിക്ക് ഇത്ര അധികാരമില്ല. എൻ്റെ അടുത്തൊരു സ്ഫോടക ബസ് പിടിച്ചു കഴിഞ്ഞാൽ സ്ഫോടക ബസ് വാങ്ങാൻ തെളിയിക്കണം. പക്ഷേ ഇവിടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തന്നെ സർട്ടിഫൈ ചെയ്യുന്ന രീതിയിലാണ് പുതിയ നിയമത്തിൽ ഉദ്യോഗസ്ഥന്മാരാക്കി കൊടുത്തിരിക്കുക.
തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുമ്പം തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുക. പക്ഷേ കർഷക അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും ആശയങ്ങളും നിയമങ്ങളും അതിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. യെസ് കുര്യൻ, ആ ചോദ്യം തന്നെയാണ് താങ്കളോട് ചോദ്യം. ഇപ്പോൾ കരട് താങ്കൾ ആമുഖമായി പറഞ്ഞത് ഇത് കരടാണ്, ചർച്ചയാണ്. ഒരു കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിക്കില്ലേ, ഇത്തരം നിയമങ്ങൾ നാടിന് അനിവാര്യമാണോ? ജനങ്ങളാണോ മനുഷ്യരാണോ വലുത്, അതോ വന്യമൃഗങ്ങളും വനവുമാണോ വലുത്? ഈ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം തേടേണ്ടത്. ഒരു അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള, താങ്കളും ഈ വനഭൂമിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ, കരിക്ക് വെക്കുന്ന ഒരു സാധാരണക്കാരൻ നിയമത്തിൻ്റെ വലയിലാകുന്നു, മീൻ പിടിച്ച അകത്തു പോകും. എങ്ങനെ കാണുന്നു, അതിനെങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഓരോ നിയമങ്ങളും അതായത് കാലഘട്ടത്തിലെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് രൂപപ്പെടുത്തുന്നത്. 1961 തയ്യാറാക്കിയിട്ടുള്ള അതാണ് കേരള ഫോറസ്റ്റ് ആക്ട്. അതിനാണിപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭേദഗതിക്കകത്ത് പുതിയ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതിനകത്ത് മാറ്റങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ നിലവിലുള്ള നിയമത്തിനകത്ത് ഇല്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നേരത്തെ ഉണ്ട്. നേരത്തെ വാച്ചർമാർക്ക് അറസ്റ്റ് ചെയ്യാം, ഇപ്പോൾ വാച്ചർമാർ ഒഴിവാക്കി പരിശീലനം കിട്ടിയിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. അതിനകത്ത് വന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ നേരത്തെ അത് ആ വകുപ്പ് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു വകുപ്പുണ്ടായിട്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഔദ്യോഗിക ചുമതല തടസ്സപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിനുള്ള വകുപ്പുണ്ടായിട്ടില്ല. ആ വകുപ്പ് ഉൾച്ചേർത്തു എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിട്ടുള്ള കാതലായിട്ടുള്ളൊരു മാറ്റം. ബാക്കി അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം നേരത്തെ ഉണ്ട്, പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. അതല്ല ഇതിനകത്ത് തന്നെ തുടരുന്നുണ്ട്. പുതിയ അമൻമെൻറ്റിനകത്ത് അത് ചില വ്യക്തത വരുത്തി പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കൊരു നിയമം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഫോറസ്റ്റ് ആക്റ്റാണ്. ഫോറസ്റ്റ് ആക്ട് ഫോറസ്റ്റിനെ സംരക്ഷിക്കാനുള്ള നിയമമാണ്. ഇപ്പോൾ കുട്ടികൾ, ചൈൽഡ് ആക്ട് ഉണ്ട്, കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങളുണ്ട്, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മൃഗങ്ങൾക്കുള്ള നിയമങ്ങളുണ്ട്, അത് മൃഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്. ഇപ്പം അങ്ങനെ നമുക്കെല്ലാം വേണം. നമുക്ക് പരിസ്ഥിതി വേണം. പരിസ്ഥിതി ഇല്ലാതെ, പരിസ്ഥിതി സംരക്ഷിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. ഭൂമിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ നമുക്ക് ആളുകളിപ്പോൾ ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി പണം കൊടുത്ത് ഓക്സിജൻ പാർലറിലേക്ക് പോകുന്ന കാലമാണ്. അതുകൊണ്ട് പ്രകൃതി സംരക്ഷിക്കണം. കുടിവെള്ളത്തിന് വേണ്ടി പണം കൊടുക്കുകയാണ്. നാളെ കണ്ണൂരിലും നമ്മുടെ നാട്ടിലും ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്, എല്ലാവരും ഉത്തരവാദിത്തമാണ്. പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഇതൊക്കെ ഇപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ അറിയാം. ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്, കൃഷിക്കാരൻ തന്നെയാണ്, വനാതിർത്തി ജീവിക്കുന്ന ആളാണ്, പുഴയോട് ചേർന്ന് ജീവിക്കുന്ന ആളാണ്. അപ്പം ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നതും അനുഭവിക്കുന്നതുമായിട്ട് വ്യക്തിയാണ് ഞാൻ. ഈ കർഷകരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാട് സത്യത്തിൽ അത് പോസിറ്റീവ് ആണോ? ശരിക്കും അവരെ ഈ സർക്കാർ സംവിധാനങ്ങൾ അവരിലേക്ക് ശരിക്കും ശ്രദ്ധയൂന്നുന്നുണ്ടോ? താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? കർഷകരെ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ്, അല്ലല്ല നട്ടെല്ലാണ്. പക്ഷേ എന്താ, കർഷകരാണ് ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇപ്പോൾ രാജ്യത്ത് വലിയ കർഷക പ്രക്ഷോഭം നടക്കുകയാണ്. നമ്മൾക്ക് അന്നം കൂട്ടുന്നത് കൃഷിക്കാരാണ്. രാജ്യത്ത് കാർഷിക മേഖലയിൽ കോർപ്പറേറ്റുകൾ കടന്നു വരികയാണ്. അതിനു വേണ്ടിയിട്ടാണ് പുതിയ നിയമങ്ങൾ പൊളിച്ചെത്ത് വരുന്നത്. ഇപ്പോൾ ഡൽഹിയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും പഞ്ചാബിലും ഒക്കെ കൃഷിക്കാർ നടത്തുന്ന സമരങ്ങൾ കേരളത്തിലുണ്ട്, ഇല്ലാന്നല്ല. അവിടെ കുറേയും കൂടി തീവ്രമായി അതിനെ പ്രതികരിച്ച് സമരങ്ങളിലേക്ക് പോവാണ്. ഡൽഹി ഉൾപ്പെടെ വളഞ്ഞുകൊണ്ട് സമരങ്ങൾ നടത്തി ആളുകൾ കൊല്ലപ്പെട്ടു, ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതൊരു പ്രശ്നമാണ്. കോർപ്പറേറ്റുകൾ കടന്നു വരികയാണ്. ഇപ്പം വനസംരക്ഷണത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഇപ്പോൾ എന്താ കഴിഞ്ഞ 2023 വനഭേദഗതി നിയമത്തിനകത്ത്, കേന്ദ്ര വന നിയമ ഭേദഗതിക്കകത്ത് വന്നത് എന്താ, വനത്തിനകത്ത് ഖനനം നടത്താനുള്ള അനുമതി കൊടുക്കുകയാണ്. ആർക്കാണ് കൊടുക്കുന്നത്? കോർപ്പറേറ്റുകൾക്കാണ്. ആ നിലയിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കേന്ദ്ര നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, വന്യമൃഗങ്ങളെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നില്ല. ഇപ്പോൾ നമുക്കൊരു പന്നി ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പന്നി. ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്തിന് അതിന് വേണ്ടി നിയമം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല, കേന്ദ്ര നിയമമാണ്. ഇതെല്ലാം കേന്ദ്ര നിയമത്തിൻ്റെ അനുസരിച്ചാണ് സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ അതിനകത്ത് കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി, ഇപ്പം പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ
ഇപ്പോൾ ഒരു നിശ്ചിത എണ്ണത്തെ കൂടുതൽ അല്ലേ വംശവർദ്ധന വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലാനും അതിൻ്റെ വംശവർദ്ധനവ് തടയാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ വിദേശ രാജ്യങ്ങൾക്കകത്തുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്ര നിയമത്തിനകത്ത് കൊണ്ടുവന്ന് അത് കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കണം. അതിപ്പോൾ ആനയാണെങ്കിലും ഇനിയിപ്പോൾ പന്നിയാണെങ്കിലും ഇനിയിപ്പോൾ മറ്റേത് വന്യജീവികളാണെങ്കിലും അതിനെല്ലാം ഒരു സന്തുലനം പാലിച്ചു പോകണം. അല്ലാത്ത സാഹചര്യം വരുമ്പോൾ അത് കൃഷിക്കാരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് വരുന്ന സാഹചര്യം നിലവിലുണ്ട്. തിരിച്ചു വരാം. എങ്ങനെയാണ് ജയപ്രകാശ് കുട്ട കേന്ദ്രം ചെയ്യുന്ന പണി ഇത് ഖനനം നടത്താനും വനത്തെ തകർക്കാനും വന്യജീവികളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് കൊടുക്കുന്നില്ല. കർഷകരെ ആ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു സ്ഥിതിയാണ് കേന്ദ്രത്തിൽ നിന്നുള്ളത്. ഈ നിയമം വരുന്നതും കേന്ദ്ര നിയമത്തിന് അനുസൃതമായിട്ടാണ് ഇവിടെ ഈ നിയമം രൂപീകൃതമാകുന്നത്. എന്താണത്? കർഷകരെ ഈ നാടിൻ്റെ നട്ടെല്ലാണ് എന്ന് നോക്കിക്കാണുകയും കർഷകർക്ക് നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് അടുത്ത കാലത്ത് വന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ്. നമുക്കറിയാം കർഷകരെ ഈ രംഗത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി സ്വീകരിക്കുന്ന ഒരുപാട് പദ്ധതികൾ. ഇപ്പോൾ ഒന്ന് എടുത്തു പറയാനുള്ളത് ചെറിയതാണെങ്കിലും ഒരു കൃഷി സമ്മാൻ നിധി എന്ന് പറഞ്ഞൊരു പദ്ധതി, കോടിക്കണക്കിന് കർഷകരെ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. കേരളത്തിൽ അതിൻ്റെ ഗുണഭോക്താക്കളുണ്ടോ? ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ. അത് പാർട്ടിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ലല്ലോ, അതെല്ലാം കർഷകൻ എന്നുള്ള കൺസെപ്റ്റിൽ 2 സെന്റ് ഭൂമിയുള്ളവന് പോലും ഇതിന് അർഹതയുണ്ട് എന്നല്ല. അപ്പോൾ ചോദിക്കുക 2 സെന്റ് ഭൂമിയിൽ എന്ത് കൃഷിയാണ് ചെയ്യാം? 2 സെന്റ് ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി ഇല്ലേ? അടുക്കളത്തോട്ടം ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീടിന്റെ മുകളിലൂടെ വള്ളികളൊക്കെ എല്ലാം കൃഷിയാണല്ലോ. മത്സ്യത്തെ വളർത്തുന്ന അങ്ങനെ ആ രീതിയിലുള്ള ആൾക്കാർക്ക് പോലും ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഒരു 4 മാസം കൂടുമ്പോൾ 2000 വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്താ ഈ 2000 കൊണ്ട് ജനങ്ങൾ ജീവിച്ചാൽ മതി എന്നുള്ള മാനസികാവസ്ഥയിലേക്കാണ്. എന്ന് പറഞ്ഞാൽ റബ്ബറിന് വില വേണ്ട, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില വേണ്ട, അതെല്ലാം കോർപ്പറേറ്റുകൾ കമ്പാനി അദാനിയും അവരെന്നെ ലാഭം ഉണ്ടായിക്കൊള്ളുക, കൃഷിക്കാർ അതൊന്നും നോക്കണ്ട. അല്ല, കർഷകർ ഇപ്പോഴും പ്രക്ഷോഭത്തിലാണ്. ഡൽഹിയിലേക്കാണ് അവർ വരുന്നത്. ഇതെല്ലാം പറയുമ്പോൾ അങ്ങോട്ട് കയറ്റാൻ വിടാറില്ല, റോഡ് കുഴിച്ചിട്ടിട്ട് കയറ്റാൻ വിടാറില്ല, കറക്കാൻ വിടുന്നില്ല. അത് ഡൽഹിയിലേക്ക് കർഷകർ നട്ടെല്ലാണ് കർഷകർ, ഡൽഹിയിലേക്ക് വരാൻ പാടില്ല. നമുക്കറിയാം കർഷക സമരത്തിന്റെ പിന്നിൽ എന്താണ്, സമരത്തിന്റെ പിന്നിൽ എന്തായിരുന്നു വിഷയം? ഇതൊക്കെ കർഷക സമരവും CA സമരവും എന്ത് നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തോട് എന്താ പറയേണ്ടത് കൊണ്ടുവരുന്നുണ്ടോ അതിനൊക്കെ എതിർക്കുക, ബ്ലൈൻഡായിട്ട് എതിർക്കുക. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, അല്ല കർഷക സമരത്തിന്റെ കാരണം എന്താണ്? അത് CA സമരം കഴിഞ്ഞ വർഷം ഈ കർഷകരുടെ ഉന്നമനം ലക്ഷ്യത്തിലാണ് വനം സംരക്ഷണം നിയമമൊക്കെ വരുന്നത്. അത് നമ്മുടെ കർഷകർക്കും മനുഷ്യർക്കും വേണ്ടിയല്ലേ. അവിടെ 77 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം അനുവദിച്ചത്. ഈ 77 കോടി രൂപയിൽ നമ്മൾ കേരളം ചെലവാക്കി എത്രയാണെന്നറിയാം? 48 ലക്ഷം രൂപ 2 ജീപ്പ് വാങ്ങിക്കാൻ. അതിന് മുമ്പ് കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ 77 വെച്ച് ഓരോ വർഷം അനുവദിക്കുന്നുണ്ട്, വാങ്ങിക്കുന്നില്ല. അതിന് കാരണം കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം ദുരിതാശ്വാസത്തിന്റെ ഒക്കെ ചർച്ച കേൾക്കുന്നില്ലേ, കൃത്യമായി കണക്ക് കൊടുക്കണം. അപ്പൊ ഈ 77 വാങ്ങിച്ചാൽ അത് കൃത്യമായി ചെലവാക്കി കണക്ക് കൊടുക്കണമല്ലോ. കൃത്യമായി വാങ്ങുന്നില്ല, ചെലവാക്കുന്നില്ല, കണക്ക് കൊടുക്കണം. അങ്ങനെ ലാപ്സായി പോവുകയാണ്, മുഴുവൻ തുക ലാപ്സായി പോവുകയാണ്. കർഷകർക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചോദിട്ടെ, വിള ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്ന് അത് കർഷകർക്ക് എത്രമാത്രം ഗുണം, എത്ര ആളുകൾ അതിന്റെ പിന്നെ വ്യതിയാനം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കൃഷി നാശത്തിന് അവർക്ക് ഇത് വരുന്നുണ്ട്. പഞ്ചാബില് ഒരു ഒരു മൃഗമുണ്ട്, അത് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഗോതമ്പ് പാകപ്പെട്ടിരുന്ന പാല് വരുന്ന സമയത്ത് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കൂട്ടമായിട്ട് വന്ന് കൃഷിക്കാർ വലിയ ദുരിതത്തിലായി വർഷങ്ങളായി. അങ്ങനെ അവിടെ പഞ്ചാബിൽ മാത്രം നിയമം നടപ്പിലാക്കി ഈ മൃഗങ്ങളെ പിന്നെ അതിർത്തി കടന്നു വരുമ്പോൾ വെടിവെച്ച് കൊല്ലാൻ പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അതൊന്നും കൃത്യമായ രീതിയിൽ കേന്ദ്രത്തിൽ അവതരിപ്പിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. പന്നിയെ സംരക്ഷിക്കാൻ, പന്നിയെ കാട്ടിൽ നിന്ന് പുറത്ത് വരാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കും, ആ വഴിയാണ് ആലോചിക്കേണ്ടത്. ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ വളരെ തെറ്റുകളുണ്ട്. ഒന്ന്, അത് ആദ്യം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞതിൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമത്തിൽ സ്ത്രീകൾക്കല്ലേ പ്രാധാന്യം, കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമത്തിൽ കുട്ടികൾക്കല്ലേ. ഈ നിയമങ്ങളുടെയൊക്കെ അടിസ്ഥാന തത്വം മാൻ ആൻഡ് ദ സറൗണ്ടിങ്സ്, മനുഷ്യരും അവൻ്റെ ചുറ്റുപാടുകളാണ്.
അപ്പോൾ അതിലാണ് കുട്ടിയും സ്ത്രീയും എല്ലാം പെടുന്നത്. ഈ നിയമത്തിൽ മാത്രം മനുഷ്യന് അവൻ്റെ ചുറ്റുപാടും അതിൽപ്പെട്ട ഒരു വസ്തു മാത്രമേ മനുഷ്യനെ കാണുന്നു. മനുഷ്യനെ ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെ ഏറ്റവും പരമപ്രധാനമാണ്. അത് ഇതിൽ നിന്ന് മാറ്റപ്പെട്ടു. 2, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി കൃത്യമായി ചെയ്യണമെങ്കിൽ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടേണ്ടത് ഞാൻ തർക്കമൊന്നുമില്ല. പക്ഷെ അവിടെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? ആ ബാധ്യത ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കൊണ്ട് അവരത് ഏറ്റെടുക്കണം. അതേസമയത്ത് ഈ മൃഗങ്ങൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വന്ന് അവനെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുമ്പോൾ മനുഷ്യൻ പ്രതികരിക്കും, സ്വാഭാവികമാണ്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എത്രയോ കാലഘട്ടങ്ങളായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, ഈ കരിനിയമം ഉണ്ടാകാൻ പോകുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അല്ല കൂടുതൽ ഉണ്ടാകും, മനുഷ്യനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. കാരണം ഇദ്ദേഹം പറഞ്ഞു ഈ സെക്ഷൻ 2C വാച്ചർമാർക്കുൾപ്പെടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിർവചനത്തിലേക്ക് പെടുത്തി. അതായത് ഈ വാച്ചർമാരും ഈ ട്രൈബൽ വാച്ചർമാരും സാധാ വാച്ചർമാരും ഒക്കെ അവർക്കൊന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള പോലത്തുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല. അവരെ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതത്തിന് ജോലി കൊടുക്കുക. സെക്ഷൻ 2C ഒഴിവാക്കപ്പെട്ടിട്ടില്ല. സെക്ഷൻ 2Cയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെന്ന ഗണത്തിലേക്ക് ഇവരെ കൂട്ടിച്ചേർത്തു. അപ്പൊ ഇവർക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള അധികാരം കൂടി കിട്ടുവാണ്. രണ്ടാമത്തത്, ഇവർക്ക് ഇപ്പൊ തന്നെ ഇന്നലെ വന്ന പേപ്പറിൽ വന്ന വാർത്ത എന്താ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ 80% ആളുകൾ യോഗ്യത ഇല്ലാത്തവരാണ്. അവരോട് പരീക്ഷ എഴുതി പാസ്സായി ആ യോഗ്യത അടിയന്തരമായി ആ യോഗ്യതയിലേക്ക് എത്തിച്ചേർന്ന സർക്കാർ. യോഗ്യത ഇല്ലാത്ത 80% ഈ ഉദ്യോഗസ്ഥന്മാർ, ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ, വാച്ചർമാരോ അല്ലെങ്കിൽ താൽക്കാലികമായി നിയമിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചെല്ലാം പറയുന്നത് ഫോറസ്റ്റ്. അപ്പൊ അവർക്കാണ് അനിയന്ത്രിതമായ ഈ അധികാരം കൊടുക്കും. ഈ അനിയന്ത്രിതമായ അധികാരം കൊടുക്കും. ഇപ്പോൾ ഒരു പ്രതിയെ പിടിച്ചാൽ സാധാരണഗതി 24 മണിക്കൂറുള്ള അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ചെയ്യണമെന്നാണ് നിയമം. ഈ നിയമത്തിൽ ഫോറസ്റ്റിലെ ലോക്കപ്പിൽ ചെയ്താൽ മതിയെന്നാണ്. അതായത് എന്താണ് അതിന്റെ ചരിത്രം? എന്താണ്? പൊന്നുമത്തായി എന്ന് പറയുന്ന കേസിനകത്ത് ഒരാളെ പിടിച്ചു കൊണ്ടുപോയി അയാളെ ഫോറസ്റ്റ് കസ്റ്റഡിയിലുള്ള 2 ദിവസം കൊണ്ട് കിണറ്റിൽ മരിച്ചു കാണുവാണ്. CBI ആ കേസ് ഏറ്റെടുത്തു. CBI അന്വേഷിച്ച് 12 ഉദ്യോഗസ്ഥന്മാർ കുറ്റക്കാരാന്ന് കണ്ടെത്താൻ വിചാരണ നടക്കുവാണ്. അതുപോലും ഈ നിയമത്തിലൂടെ നിയമസാധുത നേടുകയാണ്. ഇനി അവർക്ക് എവിടെയും ചോദ്യം ചെയ്യാം, എവിടെയും കൊണ്ടുപോകാം, എവിടെയും അറസ്റ്റ് ചെയ്യാം. വനത്തിനകത്തുള്ളിലല്ല. ആലോചിക്കണ്ടേ? കാരണം ഇതിപ്പോ ഇപ്പം IPC മാറ്റപ്പെട്ടു. ഇന്ത്യൻ തെളിവ് നിയമത്തിൽ പറയുന്നത് ഒരാള് കസ്റ്റഡിയിൽ വെച്ച് കൊടുക്കുന്ന മൊഴിക്ക് കോടതി നിയമസാധുതയില്ല. അങ്ങനെയാണല്ലോ. ഇതിൽ പ്രകാരം കസ്റ്റഡിയിൽ വെച്ച് കൊടുക്കുന്ന മൊഴിക്ക് നിയമസാധുത കോടതിയിൽ ഉൾപ്പെടെ, അതായത് അടിച്ചും മർദ്ദിച്ചും പീഡിപ്പിച്ചും എടുക്കുന്ന മൊഴിയാണ്. ഇത് ശരിക്കും കരിനിയമം എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. UAPA പോലെ പോക്സോ പോലെ അതായത് അനിയന്ത്രിതമായ നിയമങ്ങൾ കൊടുക്കുന്ന അധികാരങ്ങൾ കൊടുക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോലീസിനേക്കാൾ വലിയ സംഘടിത ശക്തിയായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ഞാൻ നേരത്തെ ഒരു ഔദ്യോഗിക കൃത്യമായി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആദ്യം കേസെടുക്കാം. എപ്പോഴാണ് തടസ്സപ്പെടുത്തുന്നത്? സ്വന്തം അപ്പനെയും അമ്മയും ആന കുത്തി മരിക്കപ്പെടുമ്പോൾ, കൃഷി നശിക്കുമ്പോൾ പ്രതിഷേധിക്കുന്ന ആ പ്രതിഷേധക്കാരെ എവിടെ ജയിലില് അവരെ ലോക്കപ്പിലാക്കേണ്ടത് സാധാരണ 24 മണിക്കൂർ പോലീസ് വേണ്ട, ഫോറസ്റ്റ് ലോക്കപ്പിൽ വെച്ച് പീഡിപ്പിക്കാനുള്ള അവസരം കൊടുക്കുവാണ്. ജനങ്ങളെ, കർഷകരെ എത്രയും പീഡിപ്പിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഇത് ജനങ്ങൾ വിട്ടൊഴിഞ്ഞു പോണ ഈ ഭൂമിയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകാൻ. ബെന്നിയിലേക്ക് വരാം. ഇത് കേൾക്കുമ്പോൾ അതിഭീകരമാണല്ലോ. ഈ നേതാക്കള് ഇവര് എങ്ങനെയാ ഫാദർ ബെന്നി ഇതിനെ കർഷകർക്ക് അനുകൂലമായിട്ട് നിയമം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കർഷകനെ പറഞ്ഞാൽ ജയിലിൽ കൊണ്ടുപോയിടാനും അത് ഇന്ത്യയിൽ, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലീസിന് അധികാരമാണ്. അധികാരത്തെ മാറ്റി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുക്കുന്നത് പുതിയ നിയമത്തിലാണ്. അതുപോലെ തന്നെ ഒരു കൊഗ്നിസിബിൾ ആക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പുതിയ ഭാരതീയ നിയമസംഹിതയിൽ പറയുന്നത് അങ്ങനെയാണ്. കൊഗ്നിസിബിൾ ആക്ട് ആയിരിക്കണം. ഇത് കൊഗ്നിസിബിൾ ആക്ട് അല്ലെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വരുന്നതിൽ പറയുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന പുതിയ ഭാരതീയ നിയമസംഹിത നിയമം അനുസരിച്ചിട്ട് പോലും അതിനെതിരാണ് ഈ പറയുന്ന നിയമങ്ങൾ. പുതിയ നിയമത്തിന് ഇതിനകത്തുണ്ട് സെക്ഷൻ 63(4) ഓൾ ദ അറസ്റ്റ് അണ്ടർ ദിസ് ആക്ട് ഷാൽ ബി accordance with
ദ പ്രൊസീജിയർ ഓഫ് BNSS പറയുന്നുണ്ട്. അതാണ് ഭാരതീയ ന്യായ സംഹിതയ്ക്ക്. പക്ഷേ അതേ സമയം സൈമൾട്ടേനിയസ് നിയമത്തിൽ അതനുസരിച്ച് തന്നെ പറയുന്നത് ഇത് കോഗ്നിസിബിൾ ആണെങ്കിലാണ്. കോഗ്നിസിബിൾ അല്ലെങ്കിൽ ആധികാരികമാണ്, പോലീസ് അധികാരികളാണ്. അത് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാവുന്നതും 3 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടാവുന്നതുമായിട്ടുള്ള നിയമങ്ങളാണ് കോഗ്നിസിബിൾ എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ അധികാരം അറസ്റ്റ് ചെയ്യാന്നുള്ളതിന്റെ പറയുന്നുണ്ട്. കൃഷിക്കാരനെ എങ്ങനെയും ദോഹിക്കുന്ന നിയമങ്ങളാണ്. സുദീപ് എന്താണ് പറഞ്ഞു നിർത്തിയത്? സെക്ഷൻ 63(4) കോട്ട് ചെയ്തോ പറഞ്ഞു. സെക്ഷൻ 63(4) പറയുന്നത് ഇത് BNSS പ്രകാരം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലെ സെക്ഷൻ 35 പ്രകാരം പോലീസ് ഓഫീസേഴ്സിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ കോഗ്നിസബിൾ ഒഫൻസിന് മാത്രമാണ്. പക്ഷേ ഇവിടെ എന്തെന്ന് വെച്ചാൽ ഈ നിയമവേദി 63(2) സെക്ഷനിൽ പറയുന്നത് BFO മുതൽ മുകളിലേക്കുള്ള എല്ലാ ഫോറസ്റ്റ് ഓഫീസേഴ്സിനും കോഗ്നിസബിൾ ആണെങ്കിലും അല്ലെങ്കിലും ഏത് ഫോറസ്റ്റ് കുറ്റത്തിനും പേരിലും ആരെ വേണമെങ്കിലും എവിടെ വെച്ചും വനത്തിനകത്തോ പുറത്തോ വെച്ച് അറസ്റ്റ് ചെയ്യാം. ഈ വകുപ്പിന്റെ അടുത്ത സെക്ഷനിൽ പറയുവാണ്. നമുക്ക് നമ്മുടെ സുപ്രീം കോടതി വിധിയുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെ കുറിച്ച്. അതിനെപ്പോലും ധിക്കരിക്കുന്ന പല നിയമങ്ങളും ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ആരാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു കുറ്റം ചെയ്താൽ അത് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂട്ടർക്കാണ്. ഇവിടെ ആരാണ്? ഇവിടെ നമ്മൾ ഫോറസ്റ്റ് എന്നൊരു വസ്തു പിടിച്ചെടുത്ത് അത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത് ഫോറസ്റ്റിലെ ഉൽപ്പന്നമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ പിന്നെ ഇതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കുറ്റാരോപിതനാണ്. ഇവിടെ കുറ്റാരോപിതനായി FIR-ൽ പേരിട്ടത് മുതൽ അവൻ കുറ്റക്കാരനായി മാറുകയാണ്. നമ്മുടെ IPC നമ്മുടെ ഭാരതീയ ശിക്ഷപ്രകാരം എങ്ങനെയാ ന്യായ പ്രകാരം എങ്ങനെയാ ശിക്ഷിക്കപ്പെടും? അതുവരെ അവൻ കുറ്റക്കാരനെ തെളിയിക്കാനുള്ള ബാധ്യത പോലീസിനാണ്. ഇവിടെ അവർക്കല്ല, ഇവിടെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന അത് ഇദ്ദേഹം പറയുന്നത് ഇത് പണ്ടുണ്ട നിയമമല്ല, ഇപ്പൊ പുതിയ നിയമമല്ലേ, അല്ല ഈ ഒരു കരട് വരുമ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും എഴുതി ചേർക്കുന്നതിന് ഒരു മനസാക്ഷിക്കുത്തും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഈ നിയമം പാസ്സാക്കപ്പെട്ടാൽ നമ്മൾ സാധാരണ കാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു കാട്ടുപന്നീനെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഒരുമിച്ച് കണ്ടാൽ ജനങ്ങൾ ആദ്യം കാട്ടുപന്നീനെല്ലാം കൈകാര്യം ചെയ്യുക. കൈകാര്യം ചെയ്യപ്പെടുന്നത് ഫോറസ്റ്റ്. കാരണം കാട്ടുപന്നിക്ക് വകതിരിവില്ലാത്തതിന്റെ പേരിൽ, ആനയ്ക്ക് വകതിരിവില്ലാത്തതിന്റെ പേരിൽ ഈ സാധാരണക്കാരെ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ വകതിരിവുണ്ടായിട്ടും സാമാന്യ ബോധം ഉണ്ടായിട്ടും ഇല്ലാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആക്രമിക്കുവാണ് ഇവനെ. അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആദ്യം ആക്രമിക്കപ്പെടുന്ന ഒരു തർക്കവും. ഈ കരട് പ്രസിദ്ധീകരിക്കുമ്പോ ഇത് ഒരു ബോധമില്ലാത്ത ആളുകളാണോ ഇത്തരം നിയമങ്ങൾ കരടായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കുന്നത്? സാമാന്യ ബോധത്തിന് നിരക്കാത്തതല്ലേ ഇതെല്ലാം? അതേ കടലാസ് രേഖ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, കരട് തയ്യാറാക്കുന്ന കരട് ഈ വനം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ കരട് തയ്യാറാക്കുന്നുണ്ടാവുക. ആ നിയമം സംരക്ഷിക്കണമെന്ന് ഫോറസ്റ്റുകാരായിരിക്കുമല്ലോ അതിൻ്റെ ഒരു മുമ്പിൽ നിന്നുണ്ടാവുക, അവരുടെ താല്പര്യത്തിൽ ഉണ്ടാവുക. അതെ, അതിന്റെ പ്രൊസീജിയറാണല്ലോ. അത് രാഷ്ട്രീയ നേതൃത്വം ചർച്ച ചെയ്യുന്നപ്പോഴാ സബ്ജക്ട് കമ്മിറ്റിയിൽ വരുമ്പോൾ, സബ്ജക്ട് കമ്മിറ്റിയിൽ വരുമ്പോൾ നിലവിലുള്ളൊരു നിയമമാണ്, അതിനകത്ത് ഭേദഗതിയാണ്. ഓർഡിനൻസ് കൊണ്ടുവരത്ത്, അതുകൊണ്ടല്ലേ ഓർഡിനൻസ് നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ കരട് പ്രസിദ്ധീകരിക്കാൻ എങ്ങനെ ധൈര്യം കിട്ടിയെന്ന് അന്നേരാണ് ജില്ലാ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഇരുന്നിട്ട് CPM നേതാവ് ഇരുന്ന് ന്യായീകരിക്കുന്നതിന് ഈ കരടിനെ ന്യായീകരിക്കുന്ന അല്പത്തമാണെന്ന് ഒരു തർക്കമില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെയാണെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ബിനോയ് കുര്യനെ പോലുള്ള നേതാക്കന്മാർക്ക് സ്വാധീനം ചെലുത്താൻ വരുന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പൊ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ടു പറയുന്നത് ഈ നിയമം ഉണ്ടാക്കാൻ കാരണം ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഫോറസ്റ്റ് അതാണ് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ആക്രമിക്കും. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ 3-4 വർഷത്തെങ്കിലും ഉണ്ടായ ഒരു കേസ് 90 കേസം കണ്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതുകൊണ്ടായ ഒരു കേസ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളും സംഭവങ്ങളിലൂടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുക. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അവിടെ പോയി സ്വാധീനം ചെലുത്താൻ നോക്കുമ്പോൾ നേതാക്കന്മാർ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒരുമിച്ച് ഈ കാരണം ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന നിയമം യാതൊരു സംശയമില്ല. കാരണം ഇവരെല്ലാം ഈ AC മുറികളിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, DFO തൊട്ടുള്ള ആൾക്കാർ ഇരിക്കുന്ന ആൾക്കാരാണ്. പരിസ്ഥിതിയെ കുറിച്ച് പറയുന്നത് ശരിക്കാണെങ്കിൽ അവർ AC ഓഫാക്കിയിട്ടിരിക്കണം. അതെ, അപ്പൊ അങ്ങനെ അവർ AC മുറി ഇരുന്നിട്ട് സാധാരണക്കാരായ മലയോര മേഖലയിലെ കർഷകരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ, കൃഷിക്കാരന് അനുകൂലമായ തീരുമാനം ഒന്നും അല്ലെങ്കിൽ ആക്രമിക്കുന്ന കർഷകർ അനുകൂല തീരുമാനം ഒന്നും ഉണ്ടാകാത്ത ഈ നിയമത്തിൽ
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ വളരെ കരുതി അവർക്ക് വേണ്ടി ഫ്രെയിം ചെയ്ത നിയമമാണ് ഞാൻ വിശ്വസിക്കുന്നു. ജയപ്രകാശ്, ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരത്തിലൊരു കരട് പ്രസിദ്ധീകരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇനി ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാൽ തന്നെ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ, നമ്മുടെ സംസ്ഥാനം അതുപോലെയല്ലേ, അവരൊന്നും കാണാതെ ഇത്തരം ഒരു കരട് പ്രസിദ്ധീകരിക്കും. കരട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കരട് തന്നെയാണല്ലോ കരടിലെ കരട് പോലെ തന്നെ വേറെ കൊണ്ടുവരണ്ട. അത് ഒരു വിഷയം. ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ, പൊതുവെ ഇതിപ്പം അച്ഛൻ ചോദിച്ചിട്ട് ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ ഉള്ള അവകാശം മനുഷ്യന് മാത്രമല്ലല്ലോ, മൃഗങ്ങൾക്കും മറ്റ് ചെറു ജീവികൾക്കും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അത് സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് മനുഷ്യനൊന്നുമല്ല, അത് പ്രകൃതിയുടെ ഒരു സംവിധാനം. ആ സംവിധാനത്തിന് വിരുദ്ധമായി മാറിയത് എപ്പോഴാണ്? അടുത്ത കാലങ്ങളിലായിട്ട് നമുക്കുണ്ടായിട്ടുള്ള, നമ്മൾ കാട്ടിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങി. കാട്ടിലെ മൃഗങ്ങളുടെ ഉള്ളിലേക്ക് വലിയുന്ന സമയത്ത് കാട്ടുമൃഗങ്ങൾ ഈ മനുഷ്യൻ തന്നെ, നമ്മുടെ സർക്കാരുകൾക്ക് പോലും അതിന് നല്ല കൃത്യമായ പങ്കുണ്ട്. കാട് വിട്ട് നശിപ്പിക്കുക, വനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഈ അടുത്ത കാലത്ത് ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ, നമ്മൾ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ മയിലുകൾ നാട്ടിലേക്ക് വരുന്നത് അടുത്ത കാലത്ത് കാണാനൊക്കെ നല്ല രസമാണ്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മതിലും കാണുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്? വരാനിരിക്കുന്ന വലിയൊരു അപകടം മനസ്സിലാക്കിയിട്ട് നേരത്തെ വരികയാണ്. അവിടെ ചൂട്, മയിലിന് വെള്ളം വേണം, വെള്ളം കിട്ടുന്നില്ല, അവിടെ വരൾച്ചയാണ്. അപ്പം ഈ വരൾച്ച കുറേ വർഷം കഴിയുമ്പോൾ എന്താണ്ടാവുക? ആ വരൾച്ച നിലനിൽക്കുമ്പോൾ കാട്ടുതീ ഉണ്ടാവും. അപ്പോൾ ഭൗമതാപം വർദ്ധിക്കും, പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കണ്ടെത്തി അതാത് സമയത്ത് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് സർക്കാരുകൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിപ്പം ഞാനിപ്പോൾ അത് വീണ്ടും പറഞ്ഞ് എടുത്തു പറയുന്നില്ല. കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനങ്ങൾക്കും ഈ ആവാസ വ്യവസ്ഥകൾ മനുഷ്യനും മൃഗങ്ങൾക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഫണ്ട് ഉപയോഗിക്കണം, അത് വാങ്ങിച്ചെടുത്ത് ഉപയോഗിക്കണം. വനത്തിൽ വെള്ളം, ആനകൾക്ക് ഏകദേശം കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണ സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഒരു വർഷം 2 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സല്ല, കുറേ വർഷങ്ങൾ എടുക്കുമായിരിക്കും. പക്ഷെ അതിനൊരു നിശ്ചയദാർഢ്യത്തോടുകൂടി സർക്കാരുകൾ ചെയ്ത്, ഞാൻ ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 77 കോടി അനുവദിച്ചത് ആ വകയിൽ ചെലവാക്കി 2 ജീപ്പ് വാങ്ങിക്കാൻ പറ്റില്ല. അത് ജീപ്പ് വാങ്ങിക്കാൻ 48 ലക്ഷം രൂപ. നിങ്ങൾ മനസ്സിലാക്കണം. ഈ മുമ്പുള്ളൊക്കെ പിന്നെ ഒരു മറുപടി പറഞ്ഞുകൂടെ? കേന്ദ്രം നമ്മൾ ഈ പറഞ്ഞ വനനിയമം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ പറയുന്ന വന്യജീവികൾക്ക് അവർക്ക് ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള കേന്ദ്രമുണ്ട്, കൃത്യമായി വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് എന്തുകൊണ്ട് സർക്കാർ കാണിക്കുന്നില്ല? ഇദ്ദേഹം കൃത്യമായി കണക്ക് വെച്ച് കാണുന്നത് അദ്ദേഹത്തിന്റെ ആരോപണമല്ലേ ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ളത്. സംസ്ഥാന സർക്കാർ എല്ലാ വകുപ്പുകളിലും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് വകുപ്പ് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ എല്ലാ കാര്യത്തിലും 1ാം സ്ഥാനത്തേക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു കണക്കെടുത്തിട്ട് ഒന്ന് പറഞ്ഞിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനും കഴിയില്ല. പിന്നെ ചില ഫണ്ടല്ലെങ്കിൽ കേട്ടാ, ഇപ്പോൾ ചില ഫണ്ടിങ് വരുന്നുണ്ട് കേട്ടാ. ഇവിടെ ബ്രാൻഡിങ് ഇപ്പോൾ ഒരു മാർഗമാണ്. ഇനി ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ മോഡിയുടെ ഫോട്ടോ വെക്കണം. ആസ്പത്രിയിൽ ഇനി NHM പൈസ തരണമെങ്കിൽ എന്ത് ചെയ്യണം? ആസ്പത്രിക്ക് ഇനി കാവി കളർ അടിക്കണം, നരേന്ദ്രമോദിന്റെ ഫോട്ടോ വെക്കണം. ഇത്തരത്തിലുള്ള ബ്രാൻഡിങ് നടത്തിക്കൊണ്ടിരിക്കും. അതൊന്നും ചിലപ്പോൾ അംഗീകരിക്കാൻ വേണ്ടി കഴിയണമെന്നില്ല. അതുപോലെയല്ല ഇത് ഫണ്ട് വിനിയോഗം എല്ലാം കൃത്യമായി അതിന്റെ മാനദണ്ഡ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പക്ഷേ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. നഷ്ടപരിഹാരം ഈ വന അക്രമം ബന്ധപ്പെട്ട്, വന്യജീവി അക്രമം ബന്ധപ്പെട്ടുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്ര വിഹിതമുണ്ട്. അതിനെന്താ, അത് ഒന്നിച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊരു കാലത്തേക്ക് വരാൻ വേണ്ടി പോകുന്ന പാമ്പ് കടിച്ചാലും പാമ്പ് കടിച്ച് മരിച്ചാലും പരിക്ക് പറ്റിയാലും ഒക്കെ ഉണ്ടാവും. നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഈ ഫണ്ട് അവിടെ ഉണ്ട്. അത് ക്രമേണ മാത്രമേ നിർവഹിക്കാൻ വേണ്ടി സാധിക്കൂ. ഒന്നിച്ച് അപ്പോൾ എടുത്ത് ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ആ ഫണ്ട് എടുത്തിട്ട് അവിടെ പോയിട്ട് മതിൽ കെട്ടാൻ വേണ്ടി പറ്റില്ല. ആ ഫണ്ട് എന്ത് ചെയ്യുക? അത് പാമ്പ് കടിച്ചു വരുന്നവർക്ക് ചികിത്സയ്ക്കുള്ള പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണത്തിന് പോയി പരിക്ക് പറ്റവർക്ക് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അത് അതിന്റെ മുറക്കൽ നടത്താണ്ട് പറ്റൂ. അത് ആദ്യം എടുത്തിട്ട് ചെലവഴിക്കാണ്ട് പറ്റില്ല. പിന്നെ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു നിയമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു ഭീകര നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിയമം കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ എന്താ, ഇപ്പോൾ പ്ലാസ്റ്റിക്, ഇപ്പോൾ നമ്മൾ കണ്ടത് പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന കേന്ദ്രമായിട്ട് നമ്മൾ വനം മാറുകയാണ്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ നിന്ന് ഇപ്പോൾ നെടുമ്പോയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന പീരച്ചൂരം, 2 വശത്തും നമ്മുടെ ജില്ലയിൽ മാത്രമല്ല വയനാട്ടിൽ നിന്നും മറ്റു പല സ്ഥലത്തും നമ്മൾ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന സ്ഥലമാണ്. വനം വകുപ്പിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ നിയമത്തിനകത്ത് മാലിന്യം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ
അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടേ? വേണം. അതുപോലെ തന്നെ അനിവാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ വനത്ത് നിന്ന് മണൽ അത് നിയമം ശരിയാണ്. തെറ്റായി പ്രയോഗിക്കപ്പെടും. പോലീസ് പല നിയമങ്ങളും തെറ്റായി ഇവിടെ ഈ നിയമപ്രകാരം ഈ ആരോപിക്കപ്പെട്ട ആൾക്ക് മാത്രമാണ് നിങ്ങൾ ഫോറസ്റ്റിനകത്തോ അല്ലെങ്കിൽ പരിസരത്തോട് യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം വിറക് പിടിക്കുന്നു. ഈ വിറക് നിങ്ങളുടെ വാസസ്ഥലം, നിങ്ങളുടെ വനാതിർത്തിയോട് ചേർന്ന് നിങ്ങൾക്ക് കൈവശ ഭൂമിയിലെ വിറകാണെന്ന് ധരിക്കുക. എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് വനത്തിനകത്തിലെ വീട്ടിൽ തടിയുടെ വിറകാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ മറ്റൊരു സാധ്യതയുമില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ നിയമം തെറ്റായി പ്രയോഗിക്കപ്പെടുന്നത് പറഞ്ഞു. രണ്ട്, നമ്മുടെ വീടിന്റെ മുമ്പിൽ പുഴയിൽ നിന്ന് ചൂണ്ടയിട്ടാൽ ജയിലിൽ പോകണമെന്ന് പറയുന്ന നിയമം എവിടെയാണ്? നമ്മളെ എവിടെയാ വനാതിർത്തി എവിടെയാണ്? നമ്മുടെ അറിവ് പ്രകാരം ജണ്ടയാണല്ലോ. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നിയമത്തിലൊരു ഭേദം എന്താ? ജണ്ട തകർത്താൽ അത് നിയമത്തിന്റെ നിലയിൽ പരിധി വരുന്നില്ല. വനാതിർത്തിയിൽ നിർവചനം അതിന് മാറ്റം വരുത്താണ്. അത് കഴിഞ്ഞുള്ള പുഴയും അത് കഴിഞ്ഞുള്ള പുറമ്പോക്ക് റവന്യൂ ഭൂമിയും അത് കഴിഞ്ഞുള്ള ആനമതിലിന് വേണ്ടി സാധാരണക്കാരൻ കർഷകൻ കൺസെന്റ് പ്രകാരം കൊടുത്ത സ്ഥലവും കൂടി വനാതിർത്തിയിലേക്ക് പെടുകയാണ്. അതാണ് കൊട്ടിയൂരിലും കേരളത്തിലൊക്കെ നടക്കുന്ന സമരങ്ങൾ. വില്ലേജിന്റെ പേരിൽ വരുന്ന തർക്കങ്ങൾ, റീലൊക്കേഷനിൽ വരുന്ന തർക്കങ്ങൾ, വീടും സ്ഥാപനവും വസ്തുക്കളും അല്ലെങ്കിൽ മറ്റു രേഖകളും എല്ലാം ഉള്ളത് കേരളം വില്ലേജിലാണ്. പക്ഷേ റവന്യൂയുടെ വില്ലേജിൽ വരുമോ റീലൊക്കേഷനിൽ വരുമോ മാത്രം അവർ ആളത്തേക്ക് മാറും. എന്തുകൊണ്ടാണ്? ഈ അതിർത്തി മാറ്റം. ഈ അതിർത്തി ഇല്ലാത്തൊരു പ്രശ്നമാണ്. ഈ അതിർത്തി ജണ്ട ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഇവൻ സർവേ നടക്കുമ്പോൾ ഇപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർവേ നടത്തുമ്പോൾ വില്ലേജിന്റെ അതിർത്തിയെ സംബന്ധിച്ച് തർക്കം വരുന്നു. എന്റെ ചോദ്യം, സബ്കാലത്തിൽ വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അവിടെ തടഞ്ഞപ്പോഴാണ്. അവിടെ സർവേ നടത്താൻ പറ്റില്ല തടഞ്ഞപ്പോഴാണ് വരുന്നത്. നമ്മള് യാന്ത്രികമായി പരിശീലിക്കില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണോ അതിനകത്ത് അത് നടപ്പിലാക്കുന്നതിലും നിയമം കൊണ്ടുവരുന്നതിലും നടപ്പിലാക്കുന്നതിലും നിയമങ്ങള് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, ഫോറസ്റ്റ് സംരക്ഷിക്കുന്ന നിയമങ്ങൾ വേണം. പക്ഷെ ഇവിടെ വന്ന നിയമത്തിൽ വൺ സൈഡ് നിയമം എന്നാണ് ഞാൻ കാരണം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി പാലിക്കാതെ ഈ വനത്തിനുള്ളിൽ നിൽക്കുന്ന മൃഗങ്ങളെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ രീതിയിലുള്ള നടപടി എടുക്കുക. ഫോറസ്റ്റ് അതാ ചെയ്യേണ്ടത്. എല്ലായിടത്തും ആനമതിൽ തീർക്കുക, അല്ലെങ്കിൽ ഇവരുടെ ജണ്ടുകൾ തീർക്കുക. അങ്ങനെ ഡ്യൂട്ടികളൊന്നും ഇതിനകത്ത് നിർവചിക്കാതെ ഈ കർഷകരെ ഇവരെ എങ്ങനെ നടപടിയെടുക്കാൻ വേണ്ടി പറ്റും, മനുഷ്യരെങ്ങനെ ദ്രോഹിക്കാം, ആ നിയമങ്ങൾ മാത്രമേ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒത്താശയോട് കൂടി നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാലങ്ങളായി നടക്കുന്നത്, പിന്നെ ദശാബ്ദങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വനപാലകർക്കാണല്ലോ ഈ വനത്തിന്റെ കണക്ക്, എണ്ണവും വലിപ്പവും എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ പറ്റും. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മരംപെട്ട് ലോബിയിൽ ഈ ലോബിയായിട്ട് ലിങ്കായിട്ട് അവർക്ക് പറയും ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോയി വെട്ടിക്കോ. അവർ ആ മരം വെട്ടും, അത് വെട്ടി വീണ് അപ്പോൾ പോയി അറസ്റ്റ് ചെയ്യും. ഞങ്ങൾ വന്ന് അറസ്റ്റ് ചെയ്യും നിങ്ങളെ. അറസ്റ്റ് ചെയ്തിട്ട് അവരെ പിന്നെ ജാമ്യത്തിന് വിടുകയോ കുറച്ച് ദിവസം പൈസ കിട്ടുന്ന കാര്യമല്ലേ, കുറച്ച് ദിവസം റിമാൻഡ് ആയാലും വലിയ ഞാൻ ആരോപണം തന്നെ കൃത്യമായിട്ട് വിവരങ്ങളുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഈ നടപടിക്രമങ്ങള് നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാരാണ്, വന സംരക്ഷണ ഉത്തരവാദിത്തം ഉണ്ട് കേട്ടാ. അങ്ങനെ പറഞ്ഞു പോയ പോരാ, കൃത്യമായ പ്രശ്നം. എവിടെയെങ്കിലും അങ്ങനെ
സംഭവം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? കണ്ണൂർ ജില്ലയിൽ ഇതൊരു നിയമ വിഷയമായി വരുന്ന സമയത്ത് ചൂണ്ടിക്കാണിക്കാത്ത അത് തെറ്റല്ലേ താങ്കൾ ചെയ്യുന്നത്? അത് തെറ്റല്ലേ? താങ്കൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് താങ്കൾ ഇത് പറയുന്നത് കാടടയ്ക്ക് വെടിവെക്കരുത്. അല്ല, അങ്ങനെ ഒരു സംഭവം താങ്കൾ പറയൂ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് നെടുമ്പോയിലിൽ ഇത്ര സ്ഥലത്ത് ഇത്ര മരം മുറിച്ചു. ഒരു സംഭവം പറ, ഒരു സംഭവം അതെന്താ പേടിയുണ്ടോ? ആരെയാണ് താങ്കൾ പേടിക്കുന്നത്? താങ്കൾ ജനങ്ങളോട് ജയപ്രകാശ് കുട്ട താങ്കൾ ജനങ്ങളോട് തുറന്നു പറയൂ. താങ്കൾ ആരെയോ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ പിന്നെ വെറുതെ പറയല്ല. താങ്കൾ പറഞ്ഞിരിക്കുന്നത് ചെറിയ കാര്യമല്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മരം മുറിക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ്. താങ്കളെ BJP-യുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. അപ്പൊ പേടിയുണ്ട്. ആരെയോ പേടിക്കുന്നു. ആരെയാണ് ഒരു അവിടെ പറയും, പൊതുജനങ്ങളോട് പറയില്ല. ഒരു പൊതുപ്രവർത്തകർ പൊതുജനങ്ങളോടല്ലേ പറയണ്ടേ? ബിനോയ്, ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം, ഈ വന വകുപ്പ്, അത് സത്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട്, ഈ വനം വകുപ്പ് എപ്പോഴും ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നതാണ് കാണുന്നത്. ആഭ്യന്തരം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ റൂളിംഗ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങൾ എടുക്കുന്നു. ഈ വനം വകുപ്പ് പോലുള്ള ഇത്ര പ്രധാനപ്പെട്ട മനുഷ്യ ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ കൊണ്ടു നടക്കേണ്ട ഒരു സംവിധാനം വനവും പ്രകൃതിയും, അതെന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ലീഡിംഗ് പാർട്ടികൾ ആ വകുപ്പ് കയ്യിൽ വെക്കാത്തത്? എന്തുകൊണ്ട് അത് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്നു? ഒരു MLA ഉള്ള പാർട്ടിക്ക് അത് കൊടുക്കുക പലപ്പോഴും. എന്തുകൊണ്ടായിരിക്കും അത്? നിങ്ങൾ കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു വകുപ്പ് അല്ല, അങ്ങനെ ഇല്ല. ആഭ്യന്തര വകുപ്പിന് അതിൻ്റെ പ്രത്യേകത ഉണ്ട്, ഓരോ വകുപ്പിന് അതിൻ്റെ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വകുപ്പിൽ ഓരോ കൊടുക്കേണ്ടി വരും. ഓരോ മുന്നണിയാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ പാർട്ടികൾക്കും നിശ്ചിത വകുപ്പുകൾ കൊടുക്കേണ്ടി വരും. അതും കാലഘട്ടത്തിൽ മാറി മാറി വരും. അതുകൊണ്ട് ഏതെങ്കിലും വകുപ്പിന് പ്രാധാന്യം കുറഞ്ഞതോ ഒരു വകുപ്പിന് പ്രാധാന്യം കൂടുതലോ, എല്ലാ വകുപ്പും പ്രധാനപ്പെട്ട തന്നെയാണ്. എല്ലാ വകുപ്പും ഇപ്പോൾ CPM തന്നെ കൈവശം വെച്ചിരിക്കാൻ പറ്റില്ല. അത്രയാണ്. അല്ലെങ്കിൽ മുഴുവൻ മന്ത്രിമാരും CPM-ൻ്റെ ആയിരിക്കണം, അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഘടകകക്ഷി ആകുമ്പോൾ എല്ലാവരും കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്കാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത്. എനിക്കറിയില്ല, അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ശക്തമായ നിലയിൽ അദ്ദേഹം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പോലീസിന് മുമ്പിലോ തെളിവ് കൊടുത്ത് അത്തരക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തം. നിർവഹിക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിയമം പൂർണ്ണമായ തോതിൽ പാസ്സാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പൊതുപ്രവർത്തകൻ ഇത് പാസ്സാകണോ വേണ്ടിയോ? അല്ല, നിയമം ഭേദഗതി വരണം. പക്ഷേ അതിനകത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ചില വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കകൾ വന്നിട്ടുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ട അത്യാവശ്യം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പം നമ്മൾ ആറളം പോലുള്ള ഇഷ്യൂസ് വന്നപ്പോൾ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ വനം മന്ത്രിയും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എടുത്ത തീരുമാനങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതായിട്ട് മന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത്ര ശക്തമാണോ ഈ ലോബി, ഈ ഫോറസ്റ്റ്? അല്ല, ഞാനത് പറഞ്ഞു. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. എന്താ, അത് വനം സംരക്ഷണ നിയമത്തിന് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഭേദഗതി കൊണ്ടുവരുമ്പോൾ അവരെന്ത് ചെയ്യുക? അവരിൻ്റെ പ്രപ്പോസൽ കൊണ്ടുവരും, അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട നിലപാടാണ് അവർ സ്വീകരിക്കുക. അത് ആ നിലക്കാണ് അതിൻ്റെ കരട് വരിക. പിന്നെ എന്ത് ചെയ്യുക? അതിനകത്ത് ജനങ്ങൾക്ക് സഹായമായി ജനങ്ങൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തക്കാർക്കാണ്? സബ്ജക്റ്റ് കമ്മിറ്റിക്കും നിയമസഭയ്ക്കാണ്, രാഷ്ട്രീയ നേതൃത്വത്തിനാണ്. ആ നിലയിൽ ഇടപെടലുണ്ടാവും. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ച് കുറേയും കൂടി ജനകീയമായ നിലയിൽ ഇതിന്റെ ഭേദഗതി കൊണ്ടുപോകും വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇത് വളരെ സ്വാഗതകരമായ ഒരു കാര്യമാണ് വിനോയ് പറഞ്ഞത്. കാരണം അത് പറഞ്ഞ കാരണം നമ്മുടെ ഇപ്പോൾ ESC ആണെങ്കിലും ഈ പറഞ്ഞ കോസ്റ്റൽ സെൻസിറ്റീവ് ഏരിയ പറയുമ്പോഴൊക്കെയാണ് അവിടെയൊന്നും ജനപ്രതിനിധികൾക്ക് അധികാരമില്ല. അതിനകത്ത് ആ കമ്മിറ്റിയിലൊന്നും ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്തോ അല്ലെങ്കിൽ MLA തൊട്ടുള്ള പഞ്ചായത്തും തൊട്ടുള്ള ആൾക്കാരും ഈ പറഞ്ഞ കമ്മിറ്റിയിലില്ല. അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരാണ് തീരുമാനിക്കുക. അത് MLA പോലും അതിനകത്ത് ഇല്ലെന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത് ഒരു കാര്യം എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്, ഇതാണ് നമ്മുടെ മലയോര ഹൈവേ. സർക്കാർ വളരെ
ഫണ്ട് മുടക്കി വളരെ ആൾക്കാർ സഹകരിച്ച് നമ്മൾ മലയോരമൊക്കെ പണിത് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പോയാൽ ചിറ്റാർക്കാരൻ്റെ അപ്പുറത്ത് കുറച്ച് ഏരിയ പണി തീർത്തിട്ടില്ല, അതിന് ഫോറസ്റ്റ് കടന്നു പോകുന്നതിന് പേര്. അതിനപ്പുറം പനത്തടിക്ക് പോകുന്ന വഴിക്ക് അവിടെയും കുറച്ച് ഏരിയ പണി തീർത്തിട്ടില്ല, ഫോറസ്റ്റുകാർ കൊടുക്കുന്നില്ല. അപ്പം അത് അങ്ങനെയുള്ള ജനകീയ ഗവൺമെൻറ്റും പൊതുജനവും ഇല്ലാത്ത പൈസ മുടക്കിയിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില കടുംപിടുത്തം കൊണ്ട് മാത്രം ആ ഇവിടുത്തെ വികസനം വരെ മുടങ്ങുന്ന സാധ്യത അതുവരെ നിയമത്തിൽ കൊണ്ടുവരണമെന്നാണ് ജനപ്രതിനിധികളെന്ന നിലയിൽ ഇവരോട് എനിക്ക് പറയാനുള്ളത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം ഈ നിയമത്തെ ന്യായീകരിച്ച് കഷ്ടപ്പെടേണ്ട. ഈ നിയമം ഇതേ രീതിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ജനപ്രക്ഷോഭത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്താ സംശയം? ഞാൻ ചോദിക്കട്ടെ, ജീവിക്കാനുള്ള അവസാനത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവന്റെ മുമ്പിലേക്കാണ് ഈ ഒരു കരിനിയമം കൊണ്ടുവരുന്നത്. കരിനിയമങ്ങൾ ബ്രിട്ടീഷുകാരെ ഒരു കരിനിയമവും കേരളത്തിൽ കൊണ്ടുവരും. രണ്ടാമത്, കർഷകരോട് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ആനമതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയായതിൻ്റെ അപ്പുറത്തേക്ക് 8 വർഷത്തിനടുക്ക് കഴിഞ്ഞ മാസം പോലും ആനമതിലിൻ്റെ യോഗം ചേർന്നു, അവലോകന യോഗം. പ്രോഗ്രസ് റിപ്പോർട്ടിൽ 0 ആണ് കൊടുത്തിരിക്കുന്നത്. 0. എന്തുകൊണ്ടാ? അതിലേക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 22 കോടി രൂപ ഉമ്മൻചാണ്ടി സർക്കാർ പൂർത്തിയാക്കി തരാം. 22 കോടി അനുവദിച്ചിട്ടുണ്ട്. 8 വർഷമായി പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ അതിനകത്ത് സുദീപ് പറയുന്ന ഒരു പ്രധാന പോയിന്റ്, കഴിഞ്ഞ തവണത്തെ അവലോകന യോഗത്തിൽ പ്രോഗ്രസ് 5 കിലോമീറ്റർ ആയി എന്നുള്ളത് ഓക്കെ. പ്രോഗ്രസ് റിപ്പോർട്ട് നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി സർക്കാർ ഫണ്ട് കൊടുത്തു. ഇതിന്റെ കൊട്ടേഷൻ കൊടുത്തപ്പോൾ ചെറിയ മാസങ്ങൾക്ക് വൈകാലത്തരമായി സുദീപിന്റെ നേതാക്കന്മാരാണ് നിയമസഭയിൽ ചെന്നിത്തലയും സണ്ണി ജോസഫ് ഉൾപ്പെടെ ആളുകൾ എന്താ പറഞ്ഞത്? അന്ന് യൂരാലിംഗൽ ലേബർ സൊസൈറ്റിയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കി യൂരാലിംഗിന് കൈമാറാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾ നിയമസഭയിൽ പ്രശ്നം ഉണ്ടാക്കിയ യൂരാലിംഗിന് CPM സ്ഥാപനമാണ്, അവർക്ക് നിർമ്മാണം കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ഉന്നയിക്കണ്ടേ? വേണോ? അത് പറഞ്ഞുകൊണ്ട് അവർ കുറ്റക്കാരാവോ? എന്റെ ചോദ്യം, കേരളത്തിൽ ആനമതി ആദ്യത്തെ സംഭവമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, സണ്ണി ജോസഫിന്റെ കാലത്ത് അത് പൂർത്തിയാക്കിയ ഒരു സർക്കാരും അത് പൂർത്തിയാക്കാൻ നേതൃത്വം കൊടുത്ത MLA-യും അതിനുവേണ്ടി നിൽക്കുന്ന MLA-യും പറയുന്ന തുടങ്ങി ന്യായം ഉണ്ടാവില്ലേ? അതിനാവശ്യപ്പെട്ട രേഖകളൊക്കെ ഇഷ്ടപ്പെട്ട കരാറുകാരന് അവസരം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമേ
ഊരാളിക്കാരോ? അദ്ദേഹത്തിന്റെ പോകുന്നത് നിങ്ങളെ- ജനങ്ങളെ ദ്രോഹിക്കുന്ന അല്ല, കരിനിയമം ഊരാളിക്കല്ല, പാസ്സാക്കുമ്പോൾ ഊരാളിക്കല്ല. അതിനേക്കാൾ വൈകാരിക- അല്ല, ഊരാളിക്കല്ല, കർഷകരല്ലേ? ഈ ഒരു വാഗ്ബടാനം- കർഷക പ്രദേശത്ത് വാഗ്ബടാനത്തിന്റെ- ആളല്ലേ? വനത്തിൽ അല്ല, ആളല്ലേ? സുധീപേ, ഇതൊന്നും തനിക്ക് ബാധകമല്ലാതെ ആരും ധരിക്കണ്ട. എല്ലാവർക്കും ബാധകമാണ്. ഊരാളികൾ സൊസൈറ്റി തുടങ്ങിയത് വാഗ്ബടാനന്ദന്റെ ശിഷ്യന്മാരാണ്. CPM-കാരല്ലേ? അതിന്റെ ചരിത്രം അതാണ്. ഇപ്പൊ ആരുടെ കയ്യിലാണ് CPM തുടങ്ങിയതാടാ. ഇപ്പൊ CPM നേതൃത്വത്തിന്റെ കയ്യിൽ സൊസൈറ്റിയാണ്. സൊസൈറ്റിയാണ്. CPM പാർട്ടി തുടങ്ങിയതാരാ? ഒരു CPM തുടങ്ങിയതാരാ? കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയതാരാ? ഞാൻ അത്രയും ഇല്ലല്ലോ, അത്രയും വരാനുള്ളതല്ലോ. പൊതുവായിട്ട് ഒരു കാര്യം ഇപ്പം ആനമതിൽ നിർമ്മാണത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരുടെ ഫാമിലൊക്കെ നമ്മളിൽ ഒരുപാട് സമരങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിയാണ്. പക്ഷേ ഇതൊരു ശാശ്വതമില്ല. ഈ ശാശ്വതവും സമഗ്രവുമായിട്ടൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ മൃഗങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ കൃത്യമാക്കുകയും അതുപോലെ തന്നെ ഈ ഫെൻസിങ് വളരെ കൃത്യമായി നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കർഷകർക്കൊക്കെ തന്നെ. ഇത് വെച്ച് നീട്ടി എത്ര കാലമായിട്ട് ആനമതിൻ്റെ പേര് പറയുന്നുണ്ട്. അത് നിർമ്മിക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർ സമരവും നടത്തുന്നു, കാര്യങ്ങളും നടത്തുന്നു. ഭരണകക്ഷി പിന്നെ ഓരോ ഇത് വെച്ചിട്ട് കരാറ് കടമാറ്റുന്നു, കരാറ് ഇങ്ങനെ ചെയ്തിട്ട് ഇതെന്തിനാ ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ ഇതെന്ന് പറയുകയും അതിൻ്റെ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒന്നും നടന്നിട്ടില്ല. എൻ്റെ സുഹൃത്തെ, നിങ്ങളിങ്ങനെ പറയരുത്. നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല വനമുള്ളൂ, രാജ്യത്ത് ഉടനീളം വനമുണ്ട്. എല്ലാ സ്ഥലത്തും ഈ വന്യപ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് വന്യമൃഗശല്യം തടയാൻ വേണ്ടി വേണ്ടിയിട്ട് ഇത്ര കോടി രൂപ ചെലവഴിച്ചിട്ട് ഇത്ര മതിൽ കെട്ടിയിട്ടുണ്ട്. അതിന് ഫണ്ട് വെച്ച് നിങ്ങൾ പറ. ഈ കേരളത്തിലാണ് ഇത്ര ഫണ്ട് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ആറുള്ള ഫാമിൽ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലയുടെ വനാതിർത്തി മുഴുവൻ സോളാർ ഹാങ്ങിങ് ഫെൻസ് പൂർത്തിയാൻ വേണ്ടി പോവാണ്. ഏതാണ്ട് 30-35 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയായി. ബാക്കി നിർമ്മാണം ജില്ലാ പഞ്ചായത്ത് ആളുകൾ കൊല്ലപ്പെട്ടെടുത്തെല്ലാം ബിഷപ്പ് അടക്കം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആനമതിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇത് ഞാൻ പറഞ്ഞത്, ഇത് രാഷ്ട്രീയം പറഞ്ഞ എല്ലാവരും കൂടെ ഒരുമിച്ചെങ്കിലും മാത്രമേ നടത്താൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പക്ഷേ ഉമ്മൻചാണ്ടി തുടങ്ങിയെന്ന് പറഞ്ഞു, അപ്പൊ പറഞ്ഞു VS ആണ് തുടങ്ങിയെന്ന് പറഞ്ഞു. പിണറായി പദ്ധതി പൂർത്തി 5 കിലോമീറ്റർ നമുക്ക് ആവശ്യം പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാരെ കൃഷിക്കാരൻ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ബിനോയുടെ സ്ഥലത്ത്, ബിനോയ് വൈസ് പ്രസിഡന്റ് സ്ഥലത്ത് തന്നെയാണ് ആന അപ്പുറത്ത് ആന ഇറങ്ങി വന്ന് ഉടുക്കലിൽ വന്ന് കഴിഞ്ഞ വർഷം ഒരാളെ കൊല്ലം സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹം അവിടെ പോയി താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായിട്ട് ബിനോയ് അതില്ല രാഷ്ട്രീയക്കാർ പറയുന്നതാണ്. അപ്പൊ അത് നമ്മുടെ അത്രയും വന്ന് ഒരു ഇവിടെ ഉളുക്കിലേക്ക് വന്ന ഒരു ആനയെ കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെറുതെ പെരുങ്കരിയിൽ ഒരു മനുഷ്യൻ പണിയെടുക്കാൻ വേണ്ടി പോയ മനുഷ്യനെ വഴി കുത്തി പിടിച്ച് ആന കുത്തി കൊന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മലയോര മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ നിയമത്തിൽ ഫോറസ്റ്റ്, ഈ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റ് പുതിയ നിയമമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ നിയമങ്ങളിൽ ചർച്ചകൾ വരുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഒരുമിച്ച് അതിലേക്ക് കടന്നു വെച്ച് ചിന്തിക്കുകയും വികസനം തടയുന്ന നിയമങ്ങൾ മാറ്റിവെക്കുവാനും ജനപ്രതിനിധികൾക്ക് ഈ പറയുന്ന കമ്മിറ്റികളിൽ സ്ഥാനം ഉണ്ടാകാനും ഒപ്പം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രീതിയിൽ നിയമങ്ങൾ ഉണ്ടാകണമെന്നാണ് കർഷകർക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. സമയം തീരുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ചർച്ചയിൽ ഈ വന നിയമ ഭേദഗതി സംബന്ധിച്ച് ഒത്തിരി ആശങ്കകൾ വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എഴുതി തയ്യാറാക്കിയ ഈ സാധനം രാഷ്ട്രീയ നേതൃത്വങ്ങൾ പരിശോധിച്ചിട്ടാണോ കരടായി പ്രസിദ്ധീകരിച്ചത് എന്ന് തന്നെ സംശയമുയർത്തുന്നതാണ്. അങ്ങനെ അവർ പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് കരടായി വരില്ല. കണ്ണിലെ കരടെന്ന് പറയുന്ന പോലെ ഇത് കരട് തന്നെയാണ്. സമഗ്രമായ ചർച്ച അനിവാര്യമാണ്. മനുഷ്യൻ്റെ, സാധാരണക്കാരായ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ഒരു നിയമവും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സ്വതന്ത്ര ജീവികളാണ്, നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. മീൻ പിടിച്ചാലും കരിക്ക് വിറ്റാലും ജയിലിൽ പോകുന്ന സ്ഥിതി ഉണ്ടായാൽ അത് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെയാണ് ബാധിക്കുക. ഇവിടുത്തെ ഉന്നതരായ സമ്പന്നരായ മനുഷ്യരെ ബാധിക്കുന്ന സാധനങ്ങളല്ല ഇതൊന്നും. സാധാരണക്കാരാണ്. അത് ബിനോയ് കുര്യനൊക്കെ മലയോര മേഖലയിലെ കർഷക കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിനൊക്കെ ഇതിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയും. ആന ചവിട്ടി കൊന്നൊക്കെ അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകൾ കൊല്ലപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. അതിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. കർഷകർക്കൊപ്പം ഈ വന പ്രദേശങ്ങളിൽ അവർ കുടിയേറിയവരാണ്. ഈ അത്രയേറെ ഈ മണ്ണിനോട് മല്ലിട്ട് ജീവിതം പച്ചപിടിപ്പിച്ചവരാണ്. അവരൊപ്പം നിൽക്കണം. കർഷകരോടൊപ്പം നമ്മൾ നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ സമഗ്രമായ ചർച്ച വേണം. അതിൻ്റെ തുടക്കമാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ചെയ്തിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏറ്റെടുക്കണം. രാഷ്ട്രീയക്കാർക്ക് പരിഹാരം കാണാൻ കഴിയും. ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ പെരടിക്ക് കയറാൻ ശ്രമിച്ചാൽ അതിന് മൂക്കുകയറിടേണ്ടത്, നിർത്തേണ്ടടുത്ത് ഉദ്യോഗസ്ഥനെ നിർത്തേണ്ടത് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതവർ നിറവേറ്റും എന്ന് തന്നെയാണ് നേർരേഖ പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ച
പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ചർച്ച നടക്കണം. കരട് കൃത്യമായി ചർച്ച ചെയ്ത് ജനോപകാരപ്രദമായ രീതിയിൽ നിയമങ്ങൾ ഭേദഗതി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേർരേഖയുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 4 പേർക്കും നേർരേഖയുടെ നന്ദി. നമസ്കാരം.